സൗദി അറേബ്യയിലെ റഷ്യ അമേരിക്ക ചർച്ചകൾക്ക് ശേഷം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു എന്ന വാർത്ത. മാത്രമല്ല, യുക്രൈനിലേക്ക് സമാധാന സേനയെ അയക്കാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ഭിന്നതയുണ്ടായി എന്ന വാർത്തയും വരുമ്പോൾ ബി പി ജെയിംസ് ഗുഡ് മോർണിംഗ്. ബി പി ശരിക്കും ഈ ഡൊണാൾഡ് ട്രംപ് വന്നു കയറിയ നിമിഷം മുതൽ അദ്ദേഹം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുക, വാർത്താ താരമാണ് അദ്ദേഹം. മാത്രമല്ല, പ്രവചനാതീതം. ടി വിയിലെ പ്രശസ്തനായ അവതാരകനായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഒരു ഷോമാനാണ്. അദ്ദേഹത്തിന് അറിയാം എപ്പോൾ അടിക്കണം, എപ്പോൾ ഷോ വയ്ക്കണം. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഷോമാൻഷിപ്പ് ട്രംപിൻ്റെ ഭാഗത്തുണ്ട്. പിന്നെ ട്രംപ് ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. നിലവിലുള്ള ലോകക്രമത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന നിലപാടുകളാണ് എടുക്കുന്നത്. ശരിയോ തെറ്റോ? ഒരുപക്ഷെ കാലാകാലങ്ങളായിട്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണ് നേരത്തെ സോവിയറ്റ് യൂണിയൻ, ഇപ്പോൾ റഷ്യ. പക്ഷേ ആ റഷ്യയുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന് എല്ലാ കാലത്തും പുട്ടിനോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിലനിന്ന ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അതിശക്തമായി യുക്രൈനെ പിന്തുണയ്ക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളൊത്ത് നിന്നാണ് റഷ്യയുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്ക് ട്രംപ് പോകുന്നു. ട്രംപ് റഷ്യയുമായി ചർച്ച നടത്തുന്നു. അത് വളരെ പെട്ടെന്നാണ് പറഞ്ഞു. 3-ാം ദിവസം സൗദി അറേബ്യയിൽ ചർച്ച നടത്തി. ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് പങ്കെടുത്തത്. സ്റ്റേറ്റ് സെക്രട്ടറി US-ന്റെ മാർക്കോ റൂബിയോ, അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള അവരുടെ വിദേശ മന്ത്രാലയത്തിലെ നേതാക്കളടക്കമുള്ളവരാണ് പങ്കെടുത്തത്. ഇപ്പുറത്താണെങ്കിൽ റഷ്യയുടെ രണ്ടാമനെന്ന് അറിയപ്പെടുന്ന പുട്ടിൻ്റെ വിശ്വസ്തനായിട്ടുള്ള വിദേശകാര്യമന്ത്രി സെർഗായ് ലാവ്റോവ് അടക്കമുള്ളവർ പങ്കെടുത്തു. എന്തായാലും ഇതിനെതിരെ അതിശക്തമായിട്ടാണ് വ്ളാഡിമിർ സെലൻസ്കി, പഴയ ഹാസ്യ നടൻ, പിന്നീട് പ്രസിഡന്റായി യുദ്ധത്തെ നയിച്ചു. ഒരുപക്ഷെ റഷ്യയുടെ മൈറ്റി എംപയറിനെതിരെ 3 വർഷം, ഈ ഫെബ്രുവരി 24-ന് യുദ്ധം 3 വർഷം തികയാണ്. പിടിച്ചു നിന്ന സെലൻസ്കി ട്രംപിനെതിരെ രംഗത്ത് വന്നു. ഞങ്ങളെ കൂട്ടാതെ നടക്കുന്ന ഒരു ചർച്ചയും അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി നട്ടെല്ല് നിവർത്തി പറഞ്ഞു. പക്ഷെ അത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. ട്രംപ് സെലൻസ്കിയെ വിമർശിച്ചിരിക്കുന്നു. സെലൻസ്കി ഇത് നേരത്തെ അങ്ങ് തീർക്കാമായിരുന്നില്ലേ, ഇതിപ്പോൾ ഞാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ, നേരത്തെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കാമായിരുന്നല്ലോ, ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ഒരു തെറ്റായൊരു വിവരം കൂടി പറഞ്ഞു. ഈ യുക്രൈൻ യുദ്ധം തുടങ്ങി വെച്ചത് സെലൻസ്കിയും ഉക്രൈനും കൂടിയാണെന്ന് കൂടി അമേരിക്ക പറഞ്ഞതോടെ ട്രംപിൻ്റെ മനസ്സ് റഷ്യയോടൊപ്പമാണ്. പുട്ടിൻ ഏതാണ്ട് വിജയിച്ച മട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ പ്രശ്നമുള്ളത്, ഈ നാറ്റോ സഖ്യത്തിൽ ഭൂരിപക്ഷം അംഗങ്ങൾ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. ഏതാണ്ട് 25-ലേറെ അംഗങ്ങൾ യൂറോപ്പിൽ നിന്നാണ്. അവർ അതിശക്തമായിട്ട് യുക്രൈൻ്റെ കൂടെ നിൽക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത്, ഞങ്ങളിതാ സൈന്യത്തെ അയക്കാൻ പോകുന്നു യുക്രൈനിലേക്ക്. പക്ഷേ യൂറോപ്പിൽ അടിയന്തരമായിട്ട് ട്രംപിൻ്റെ നീക്കത്തിന് വിപരീതമായിട്ട് പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അടിയന്തര യോഗം ചേർന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലറും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുത്ത് അതിൽ ഭിന്നത വന്നിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊരു യുക്രൈനെ സഹായിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. പക്ഷേ അവിടേക്ക് സേനയെ അയച്ചാൽ വലിയ രീതിയിലുള്ള ഡിഫൻസ് സ്പെൻഡിങ് വേണ്ടി വരും. അത് വേണ്ട എന്നുള്ള തരത്തിൽ ഒരു വിഭാഗവും വേണമെന്ന് മറുവിഭാഗവും തമ്മിൽ വാദിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എന്തായാലും ട്രംപിൻ്റെ നിലപാടിൽ ആകെ ആശങ്കപ്പെട്ടും ക്ഷുഭിതരായി നിൽക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എല്ലാ കാലത്തും 2-ാം ലോക മഹായുദ്ധത്തിലടക്കം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസൊക്കെ ഒരുമിച്ചിരുന്ന രാജ്യങ്ങളാണ്. ഒരുപക്ഷെ ജർമ്മനിയാണ് മറുഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ശാക്തിക ചേരികൾ മാറുകയും ചൈനയെ ഒറ്റപ്പെടുത്തി റഷ്യയെ കൂട്ടാൻ അമേരിക്ക ഏതാണ്ട് നീക്കം നടക്കുകയും ചെയ്തതോടെ യൂറോപ്പ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ വഷളായിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ കാര്യങ്ങൾ. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, യുക്രൈൻ ഈ നീക്കത്തെ, യുക്രൈനോടുകൂടി ചർച്ച ചെയ്യാത്ത നീക്കത്തെ അനുകൂലിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ സഹായം കിട്ടാതെ മുന്നോട്ട് പോകാൻ യുക്രൈന് സാധ്യമല്ല. കാരണം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയിരുന്നത് അമേരിക്കയാണ്. അമേരിക്ക ആയുധ സഹായം നിർത്തിവെച്ചാൽ റഷ്യ മുന്നേറും. യൂറോപ്പിൻ്റെ പേടി, യുക്രൈൻ കഴിഞ്ഞ അടുത്ത യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യ കയറുമെന്നാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു സേനയെ ഉണ്ടാക്കണമെന്ന ഒരു നിർദ്ദേശം യൂറോപ്യൻ രാജ്യങ്ങളുടെ പാരീസിൽ നടന്ന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നൊക്കെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് സംസാരിച്ചു. UN സെക്രട്ടറി ജനറലിനെ വിളിച്ചു. എന്തായാലും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തീർക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. SK